സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം പാർട്ടിയെ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്ത് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും വിവിധ പാർട്ടികളുടെ ശക്തി ദൗർബല്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് നൽകുന്നത്. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഷോൺ ജോർജ് കേരള കോൺഗ്രസ് എമ്മിനോടുള്ള തുറന്ന ക്ഷണം മുന്നോട്ട് വെച്ചത്. കർഷക സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നതുമായ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെങ്കിൽ ബി.ജെ.പിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകണമെന്നും ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വമാണെന്നും അവർ താൽപര്യം പ്രകടിപ്പിക്കുന്ന പക്ഷം ബി.ജെ.പി. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതിനെ ഗൗരവമായി പരിഗണിച്ച് ഉചിതമായ രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ ദീർഘകാല രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുമായും വിവിധ സമുദായ സംഘടനകളുമായും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ബി.ജെ.പി. ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയായാണ് മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലും ശക്തമായ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എമ്മിനെ എൻ.ഡി.എയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാകുന്നതെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ ബി.ജെ.പിയോട് അടുപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്ന തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്നൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കുന്നതിനും കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുമായി ബി.ജെ.പി. പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയോടുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. എൽ.ഡി.എഫിനൊപ്പം തുടരാനാണ് പാർട്ടി തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കാനായില്ല. മാത്രമല്ല, പാർട്ടിയുടെ പ്രധാന നേതാക്കളായ ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പോലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കൈപ്പറഞ്ഞു. ഈ തുടർച്ചയായ തിരിച്ചടികൾ പാർട്ടിക്കുള്ളിൽ വലിയ ആത്മപരിശോധനയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എൽ.ഡി.എഫിൽ ചേർന്ന ശേഷമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ സ്വാധീനം ക്രമേണ കുറഞ്ഞതെന്ന വിമർശനം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ഒരു കാലത്ത് കോട്ടയം ജില്ലയിലും മധ്യ കേരളത്തിലും നിർണായക രാഷ്ട്രീയ ശക്തിയായി നിലകൊണ്ടിരുന്ന പാർട്ടിക്ക് ഇന്ന് നിയമസഭയിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടെയാണ് മുന്നണി മാറ്റം അനിവാര്യമാണെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തമായത്. ഇടതുമുന്നണിയിൽ തുടരുന്നതിലൂടെ പാർട്ടിക്ക് രാഷ്ട്രീയമായി കാര്യമായി നേട്ടമൊന്നും ലഭിക്കുന്നില്ലെന്നും പഴയ ജനപിന്തുണ വീണ്ടെടുക്കണമെങ്കിൽ പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നുവെന്നുമാണ് ചില നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിലയിരുത്തൽ. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കേരള കോൺഗ്രസ് എം യു.ഡി.എഫിലേക്ക് തിരിച്ചു പോകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ യാഥാർത്ഥ്യമായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പരാജയ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ സാധ്യതകൾ വീണ്ടും സജീവമായിരിക്കുമ്പോഴാണ് ബി.ജെ.പി. നേതാവായ ഷോൺ ജോർജിന്റെ പരസ്യക്ഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ട ഇടതുമുന്നണിയിൽ തുടരുന്നത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം ഉയർത്തുമ്പോൾ യു.ഡി.എഫിലേക്ക് മടങ്ങിയാലും അവിടെ സീറ്റ് വിഭജനവും അധികാര പങ്കിടലുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നു. അത്തരം സാഹചര്യത്തിൽ എൻ.ഡി.എ മുന്നണിയിലേക്ക് ചേക്കേറുന്നത് കേരള കോൺഗ്രസ് എമ്മിന് പുതിയ രാഷ്ട്രീയ അവസരങ്ങൾ തുറന്നുകൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നത്. കേന്ദ്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം, രാജ്യസഭാ പ്രാതിനിധ്യം, ദേശീയ തലത്തിലുള്ള അധികാര പങ്കാളിത്തം തുടങ്ങിയ സാധ്യതകൾ പാർട്ടിക്ക് ലഭിച്ചേക്കാമെന്ന ചർച്ചകളും സജീവമാണ്. എന്നാൽ ജോസ് കെ മാണി എൻ.ഡി.എയിലേക്ക് ഇല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾക്ക് ഷോൺ ജോർജിന്റെ പ്രസ്താവന വഴിവെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.